ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ആരോഗ്യത്തിന് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ്. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് റാഗി അഥവാ മുത്താറി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് വറുത്തിട്ട് ഇതിനകത്ത് ഉപ്പ് കലക്കിയ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിന് പൊടി കുഴക്കും പോലെ കുഴച്ചെടുക്കുക. കുറച്ച് തേങ്ങയും ഇതിനകത്ത് ചേർക്കണം. എന്നിട്ട് തേങ്ങയും ചേർത്തിട്ട് പുട്ടിന് പൊടി കുഴക്കണ പോലെ അങ്ങ് കുഴച്ചത്. തേങ്ങ ചേർത്ത് പുട്ടിന് പൊടി കുഴക്കും പോലെ അങ്ങ് ഉപ്പുണ്ടാന്ന് നോക്കിയതാണ് കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് കാണിച്ചു തരാം. ഇത് പുട്ടിന് പൊടി കുഴക്കും പോലെ ഇങ്ങനെ പിടിയണം. അതേപോലെ കുഴച്ചെടുത്ത് തേങ്ങയും ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ട് കണയിൽ കുറച്ച് തേങ്ങ ഇടുക. ചിലരിത് ഈ മറ്റേ ചിരട്ടപ്പുട്ടിൻ്റെ സംഭവത്തിലാണ്. ഞാനിവിടെ കണയിലാണ് ഉണ്ടാക്കുന്നത്. ഇടുക, കുറച്ച് തേങ്ങ ഇടുക. എന്നിട്ട് ഇതിനകത്ത് റാഗി ഇത് നിറക്കുക. വീണ്ടും കുറച്ച് തേങ്ങ ഇടുക. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പുട്ട് വേവിക്കണ പോലെ ആവി വന്നിടുമ്പോൾ വേവുമ്പോൾ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റാഗിപ്പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഇവിടെ പയറ് കറിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മാങ്ങ കൂട്ടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇവിടെ ധാരാളം മാങ്ങയുണ്ട്. അപ്പോൾ മാങ്ങ കൂട്ടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. റാഗിയുടെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കാൽസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലും പല്ലും അതിനൊക്കെ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഇതിനെ പ്രത്യേകിച്ച് പറയുന്ന ഒരു പേര് ഷുഗർ സൗഹൃദം, അങ്ങനെയാണ് ഇതിനെ പറയണത്. ഷുഗറുള്ള ആൾക്കാർ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ വെയിറ്റ് ലോസ്, ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ധാരാളമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഇതങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള ഇതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഇത് ഒരുപാട് കഴിക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എന്നും പറയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പുട്ടും മാങ്ങയും കഴിക്കട്ടെ. ബായ്.